ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഇന്ന് എം ജി യൂണിവേഴ്സിറ്റി വരെ പോവാണ് കേട്ടോ. എനിക്കാണെങ്കിൽ എൻ്റെ പി ജിയുടെ സെക്കൻഡ് സെം മാർക്ക് ആഡ് ചെയ്തിട്ട് പുതിയ ഗ്രേഡ് കാർഡും പ്രൊഫഷണലും അപ്ഡേറ്റ് ചെയ്ത് മേടിക്കണമായിരുന്നു. അപ്പോൾ കയ്യിലുള്ളത് കൊടുത്ത് പുതിയത് മാറി മേടിക്കണം. അതിന് വേണ്ടിയിട്ട് വന്നതാണ്. എൻ്റെ ഫ്രണ്ടിനാണെങ്കിൽ അവൾ ഡിഗ്രിയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്തിട്ട് 1.5 വർഷമായി, അതും കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊന്നും കൂടെ തിരക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. നമ്മളങ്ങനെ ഫ്രണ്ട് ഓഫീസിൽ വന്നപ്പോൾ നമുക്ക് പരീക്ഷാ ഭവനിലേക്ക് പാസ് കിട്ടി, അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 3rd ഫ്ലോറിലായിരുന്നു നമ്മുടെ സെക്ഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നട കയറി ചെരുപ്പ് തേനെന്ന് വേണം പറയാം. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ നല്ല താമസം എടുക്കുമെന്ന് പറഞ്ഞു. അവർ കൺസോളിഡേറ്റഡിന് അപ്ലൈ ചെയ്തിട്ട് വരാനൊക്കെ പറഞ്ഞ് കുറേ ഇട്ടോടിച്ചു കേട്ടോ. പിന്നെ വീട്ടിൽ നിന്ന് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് മേടിച്ച് കൺസോളിഡേറ്റഡിന് അപ്ലൈ ചെയ്ത് ഉച്ച കഴിഞ്ഞവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇനിയും ലേറ്റ് ആവും, നിങ്ങൾ പോയി ഫുഡ് കഴിച്ചിട്ട് വരാൻ. അങ്ങനെ നമ്മൾ പോയി ചട്ടിച്ചോറൊക്കെ കഴിച്ചു. വയറൊന്നും അറിഞ്ഞില്ല, എന്നാലും വിശപ്പടങ്ങി. അത് കഴിച്ചിട്ട് വന്നു. അപ്പോൾ പറഞ്ഞു കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണം, പ്രിൻറ്റ് ചെയ്യണം, സൈനൊക്കെ മേടിക്കണം, നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വീണ്ടും അവിടെ ഇരുന്നു. അങ്ങനെ അവസാനം ഒരു 4-4:30 ആയപ്പോഴത്തേനും കാത്തിരിപ്പിനൊടുവിൽ സർട്ടിഫിക്കറ്റ് കൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരിക്കും യൂണിവേഴ്സിറ്റി ഒരു ആവശ്യത്തിന് പോയിട്ടുണ്ടെങ്കിൽ രാവിലെ പോയാൽ വൈകുന്നേരം ഇറങ്ങാം. അനുഭവം ഗുരു. എനിക്കിതിപ്പോൾ 1-2 വട്ടമല്ല, പല വട്ടമായി. കാരണം നമ്മുടെ ആവശ്യമാണല്ലോ, നമ്മൾ വെയിറ്റ് ചെയ്തേ പറ്റും. അങ്ങനെ നമ്മൾ സംഭവം എല്ലാം സെറ്റ് ചെയ്ത് സർട്ടിഫിക്കറ്റ് എല്ലാം കൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ തിരിച്ചു പോവാണ്. യൂണിവേഴ്സിറ്റിയുടെ അകത്തൊരു പാറമട കുളം ഉണ്ട് കേട്ടോ, പരീക്ഷാഭവൻ്റെ അടുത്തായിട്ട്. നല്ല രസമാണ് കാണാൻ. പിന്നെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ, ഞാൻ 1-2 വീഡിയോസ് മുമ്പ് ഇട്ടിട്ടുണ്ട്. നല്ല പ്രകൃതി രമണീയമായ ക്യാമ്പസാണ്. പിന്നെ തിരിച്ചു വന്ന വഴി ഇതാ നമ്മൾ കോട്ടയം ഈസി ബൈയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവർക്കൊരു ചെരുപ്പ് മാറ്റി വാങ്ങാനുണ്ടായിരുന്നു. നല്ല അടിപൊളി ഉടുപ്പും ചെരുപ്പും വില കുറഞ്ഞ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. നല്ല ക്വാളിറ്റിയാണ്. എനിക്കാണെങ്കിൽ കണ്ടിട്ട് എല്ലാം ഇഷ്ടപ്പെട്ടു, എല്ലാം എടുക്കാൻ തോന്നി. പക്ഷേ ബഡ്ജറ്റ് ഇല്ലാത്ത കാരണം ഞാൻ ആ വഴിക്ക് പോയില്ല ഗൈസ്. പിന്നെ ഇതാ നമുക്ക് കോട്ടയം പബ്ലിക് ലൈബ്രറി കയറേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഒരു മെമ്പർഷിപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോൾ ലൈബ്രറി കണ്ടില്ല, ഇങ്ങോട്ട് പോയി വന്നു. പിന്നെ ഇതാ നമ്മൾ തിരിച്ചു പോന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.